സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം മുൻനിർത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി ഹരിത കർമ്മസേന അംഗങ്ങൾക്കും അംഗൻവാടി ജീവനക്കാർക്കും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം മുൻനിർത്തി ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി ഹരിത കർമ്മസേന അംഗങ്ങൾക്കും അംഗൻവാടി ജീവനക്കാർക്കുമുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നത്. ഹരിത കർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം MCFകളിലേക്ക് എത്തിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഹരിത കർമ്മസേന വാഹനം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപ എസ് നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂളുകളാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ജില്ലാ പഞ്ചായത്തിലുണ്ട്. അപ്പൊ ഈ തിരുവില്ലാമല ഡിവിഷനിൽ ഏകദേശം 4 സ്കൂളുകളുണ്ട്. ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറിയും. മറ്റ് സ്കൂളുകളിലും ഇപ്പൊ ചെയർമാൻ ആയപ്പോൾ ഞാനിങ്ങനെ അപൂർവം ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. കുട്ടികൾ അവിടെ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും എന്ത് ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ, സർക്കാർ സ്കൂൾ ആയതുകൊണ്ട് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ച് ഒരു ശ്രദ്ധയില്ല. അവർ ഈ കാര്യം ഒറ്റ ഏറാണ് വലിച്ചെറിയണ ഒരു രീതി പല കുട്ടികളിലും, എല്ലാ കുട്ടികളിലും അല്ല, പല കുട്ടികളിലും കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചില ശീലങ്ങളുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി മുഖം കഴുകി വായ കഴുകി അടുത്ത കാര്യങ്ങളിലേക്ക് പോകും. നമുക്ക് ആരും ചെറുപ്പത്തിൽ നമ്മൾ ശീലിച്ചു വന്ന കുറെ കാര്യങ്ങളാണ്. അതിപ്പോ ആരും നമുക്ക് ഓരോ ദിവസം രാവിലെ പറഞ്ഞു തന്നിട്ടല്ല നമ്മൾ ചെയ്യണം. അപ്പൊ അംഗൻവാടി തൊട്ടുള്ള കുട്ടികളിൽ ഈ പറയുന്ന മാലിന്യ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു അംഗൻവാടി പോണ കുട്ടിക്കോ ഒരു സ്കൂളിലോ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പോണ കുട്ടിക്കോ അത് ഇത്ര വലിയ പ്രശ്നമാണെന്ന് ബോധ്യപ്പെടുമോ? അപ്പൊ മാഷ് തന്നെ നേരത്തെ പറഞ്ഞു എവിടെയോ ഉണ്ടായ ഒരു മാലിന്യ പ്രശ്നം. നെറ്റ് സീറോ കാർബൺ കേരളം പദ്ധതി ജനങ്ങളിലൂടെ അങ്കൺ ജ്യോതി പദ്ധതിയുടെ ഭാഗമായി അങ്കണവാടികൾക്ക് ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങളുടെ വിതരണം, ഹരിത കർമ്മസേന QR കോഡ് പതിക്കൽ, 100% പൂർത്തീകരണ പ്രഖ്യാപനം, ഹരിതമിത്ര മാപ്പ് പ്രവർത്തന സജ്ജമാക്കിയതിന്റെ പ്രഖ്യാപനം, അങ്കണവാടികളിൽ വായനശാല പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുസ്തക വിതരണം എന്നിവയുടെ ഉദ്ഘാടനം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ നിർവഹിച്ചു. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മാലിന്യം അത് എത്ര കണ്ട് ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാമെങ്കിലും ഒരു 50 രൂപ കൊടുക്കാൻ നമ്മളിൽ പലരും അതിന് മടി കാണിക്കുകയാണ്. വ്യാപാരി വ്യവസായികളുമായിട്ട് ഇപ്പൊ സംസാരിച്ച് പോകുന്നതാണ്. അവർക്കും ചില ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അവരൊക്കെ സഹകരിക്കാനായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ മറ്റ് പല നമ്മുടെ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള വീടുകളിൽ നിന്ന് പോലും നമുക്ക് പലപ്പോഴും ദുരനുഭവം ഉണ്ടായതായിട്ട് ഇവര് ഇവിടെ വന്ന് ഓരോ മാസത്തിലും നടക്കുന്ന മീറ്റിങ്ങുകൾ പറയാറുണ്ട്. നമുക്ക് മാലിന്യം ഒപ്പം നീക്കം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് കിട്ടിയ വാഹനം, നേരത്തെ ലഭിച്ച വാഹനം നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുന്നും മലയൊക്കെ ഉള്ളതുകൊണ്ട് കയറി പോകുന്ന സന്ദർഭത്തിൽ അതിന്റെ ചാർജ് പെട്ടെന്ന് കുറയുകയാണ്. ഇപ്പൊ മറ്റൊരു വാഹനം കൂടി കിട്ടിയത് കൊണ്ട് നമുക്ക് എന്തായി കൂടുതൽ സൗകര്യം. ഒന്ന് ചാർജ് ചെയ്ത് വെച്ച് അടുത്തത് ചാർജ് കഴിയുന്ന സന്ദർഭമാകുമ്പോഴേക്കും മറ്റേ വാഹനം ഉപയോഗിക്കാവുന്ന തരത്തില് നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മളൊരു കെയർ ടേക്കറെ വെക്കാനായിട്ട്, നമ്മൾ ഡ്രൈവിംഗ് മാത്രമല്ല നമ്മൾ അത് പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഒരു കെയർ ടേക്കറെ വെക്കാൻ വേണ്ടി കൂടി തീരുമാനം എടുത്തിട്ടുണ്ട്. പത്രത്തിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ അതിൽ അർഹതയുള്ളവരെ നമ്മൾ നിയമിക്കും. അത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറയുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ മോൾവി അധ്യക്ഷത വഹിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിലെ 21 അംഗൻവാടികളിലേക്കുള്ള പുസ്തകങ്ങൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ വിതരണം ചെയ്തു. ഇന്ന് നടക്കാൻ പോകും. അക്ഷരത്തിൽ നിന്ന് കുട്ടികൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്, അനശ്വരമായിട്ടുള്ളത് എന്നാണ്. അതുപോലെ തന്നെ രം എന്ന് പറഞ്ഞാൽ പ്രകാശം. അക്ഷ എന്നുള്ള ശബ്ദത്തിന് സംസ്കൃത ഭാഷയിൽ അക്ഷ വ്യാപ്തൗ എന്ന വ്യുൽപ്പത്തി, വ്യാപിച്ചു കിടക്കുക എന്നാണ് അക്ഷ ശബ്ദത്തിന് അർത്ഥം.
നെറ്റ് സീറോ കാർബൺ കേരളം പദ്ധതിയുടെ ഭാഗമായി അംഗനവാടികൾക്ക് ഉരുളി, സോസ് പാൻ, പ്രഷർ കുക്കർ, മിൽക്ക് കുക്കർ, റൈസ് പോട്ട്, ഇഡ്ഡലി കുക്കർ എന്നിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, കെ സുദേവൻ, ശിവൻ വീട്ടിക്കുന്ന്, ഒ പ്രേമലത, മാലതി കെ, സത്യഭാമ വി, രമാദേവി എ, CDS ചെയർപേഴ്സൺ ഷീന തുടങ്ങിയവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർമാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ രമ്യ ശേഖർ, കെൽട്രോൺ പ്രതിനിധി ഹരികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. CCV ന്യൂസ് കൊണ്ടാഴി.